നമസ്കാരം. ഞാൻ ഹരീഷ് നമ്പൂറ്റി, തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മേൽശാന്തി. നമ്മുടെ ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന മഹാ ഏകാദശി വളരെ ഗംഭീരമായിട്ട് എല്ലാ ഭക്തജനങ്ങളും വരികയും ഭഗവാന്റെ എല്ലാ വിശേഷ ചടങ്ങുകളും നമ്മൾ ഉൾക്കൊണ്ടതിൽ കൂടുതൽ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ചതിൽ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും, അതും വളരെ ക്ഷമയോടുകൂടി എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ തിരുമുമ്പിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് വളരെ ഐശ്വര്യമായിട്ട് നമ്മുടെ ഏകാദശി ഇന്നലെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അത് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യം പറയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ വിശേഷാൽ ഒരു ചടങ്ങാണ് മഹാദേവന്റെ തിരുനടയിൽ തിങ്കളാഴ്ച തിരുവാതിര നടക്കാൻ പോകുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ശങ്കര മുകുന്ദ ഭാവത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത്. അപ്പം നമ്മുടെ മഹാദേവന്റെ തിരുനാളായ ധനുമാസത്തിലെ ഈ തിരുവാതിര വളരെ വലിയ രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം ക്ഷേത്രത്തിൽ നടത്തുന്നത്. നമ്മുടെ അഷ്ടമംഗല ദേവപ്രശ്ന വിധി പ്രകാരം നമ്മുടെ ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിക്കൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തിലാണ് മഹാദേവൻ ഇവിടെ വാണരുളുന്നത്. അപ്പം അദ്ദേഹത്തിന് നമ്മൾ എങ്ങനെയാണോ ഏകാദശിക്ക് പത്മനാഭസ്വാമിയെ നമ്മൾ ആചരിക്കുന്നത്, ആരാധിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ വേണം മഹാദേവനെയും നമ്മൾ ആ ദിവസം ആരാധിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്നത്തെ ദിവസം തന്ത്രി അദ്ദേഹത്തിന്റെ നിശ്ചയപ്രകാരം വളരെ വിവിധങ്ങളായിട്ടുള്ള പൂജകൾ നമ്മൾ അന്ന് മഹാദേവന്റെ തിരുനടയിൽ നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ അന്ന് രാവിലെ ശിവപുരാണ പാരായണം വിശേഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഒരു 9 മണി മുതൽ മഹാദേവന്റെ തിരുനടയിൽ അഭിഷേകം, വിശേഷാൽ പൂജയും അഭിഷേകവും നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ ഈ അഭിഷേകത്തിന് എല്ലാ ഭക്തജനങ്ങളും പാല്, കരിക്ക്, നെയ്യ്, തേന്, പനിനീര്, അങ്ങനെയുള്ള അഭിഷേക ദ്രവ്യങ്ങൾ എല്ലാ ഭക്തജനങ്ങളും ഒരു 9 മണിക്ക് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എല്ലാ ഭക്തജനങ്ങളും നിർബന്ധമായും ഈ അഭിഷേക ദ്രവ്യങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കുകയും 9 മണി മുതൽ തുടങ്ങുന്ന ഈ മഹാശിവപൂജയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വൈകിട്ട് ഭഗവാന്റെ നമ്മുടെ ഈ ക്ഷേത്രത്തില് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് മഹാദേവന്റെ വിശ്വരൂപം ചാർത്തി ഉള്ള ദർശനമുണ്ട്. അപ്പൊ അത് വളരെ വളരെ വിശേഷമായിട്ടുള്ള ഒരു ദർശനമാണത്. അപ്പൊ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അത് ഭഗവാനെ അങ്ങനൊന്നും ഭഗവാന്റെ രൂപം നമുക്ക് നേരിട്ട് ദർശിച്ച് കാണാൻ പറ്റുന്ന ഒരു അസുലഭ മുഹൂർത്തം കൂടാണ് നമ്മുടെ ആ തിരുവാതിര സന്ധ്യയിൽ നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ അന്നത്തെ തിരുവാതിരയ്ക്ക് വളരെ ഒരു പ്രാധാന്യം കൂടെ ഉണ്ട്. നമ്മുടെ ദുർഗാദേവിയുടെ പൗർണമി ദിവസം കൂടാണ്. അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹവും മഹാദേവന്റെ അനുഗ്രഹവും ഒന്നിച്ച് നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ഈ തിരുവാതിര. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ആ തിരുവാതിരയ്ക്ക് വൈകിട്ട് ദേവീനടയിലെ നാരങ്ങാവിളക്ക് കത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ പൗർണമി ആയതുകൊണ്ട് നാരങ്ങാവിളക്ക് കത്തിച്ച് അമ്മയുടെ അനുഗ്രഹവും നമുക്ക് കൈവരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മഹാദേവ ദർശനം കൊണ്ട് നമ്മുടെ എല്ലാ ദുരിതങ്ങളും, കാരണം അങ്ങനെ മഹാദേവന്റെ രൂപം കണ്ട് ദർശിക്കുന്നത് കാരണം നമ്മുടെ ദുരിതങ്ങൾ, അത് നമ്മള് ജന്മജന്മാന്തരങ്ങളായിട്ട് നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾ ഇല്ലാതാകാൻ ഏറ്റവും വലിയ ഒരു ഇതാണ് നമ്മൾ ആ ദർശനം നടത്തുന്നത്. കാരണം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ദുരിതം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് നിത്യം കടങ്ങളും രോഗങ്ങളും ഒക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു മഹാദേവന്റെ ദർശനം കൊണ്ട് നമുക്ക് ആ ഒരു ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടുകയും നമുക്ക് നമ്മുടെ ഈ ദുരിതങ്ങളായിട്ട് വരുന്ന കടങ്ങളായാലും രോഗാദി ദുരിതങ്ങളായാലും എല്ലാം മാറുവാൻ സാക്ഷാൽ മൃത്യുഞ്ജയനായിട്ടുള്ള ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഉറപ്പായിട്ടും അന്നത്തെ ദിവസം മഹാദേവ ദർശനം കാണാനായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുകയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഭക്തജനങ്ങള് മഹാദേവന് കാണിക്കയായിട്ട് തിരുവാതിര ഭഗവാന്റെ മുമ്പിൽ നടത്തുന്നുണ്ട്. അപ്പൊ അതിന് കുറെ ടീമുകൾ നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നമ്മുടെ ഭഗവാന്റെ മുന്നിൽ ഏകദേശം ഒരു 10-15ഓളം ടീമുകൾ നമ്മളോട് ഇതുവരെ വന്ന് പറഞ്ഞിട്ടുണ്ട് തിരുവാതിര ദിവസം ഭഗവാന്റെ മുന്നിൽ ഒരു തിരുവാതിര കളിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന്. അപ്പം നമ്മുടെ സമയപരിമിതി മൂലം അത് നമ്മൾ കുറച്ച് സമയമാണെങ്കിൽ പോലും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അന്ന് ദീപാരാധനയ്ക്ക് ശേഷം ഇവിടെ തിരുവാതിരയുണ്ട് ഭഗവാന്റെ മുന്നിൽ. അപ്പം അതും നമുക്ക് ഏറ്റവും വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആ തിരുവാതിര ചടങ്ങിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. അതുപോലെ തന്നെ അന്ന് ദീപാരാധനയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് മഹാദേവന്റെ തിരുമുമ്പിൽ പൂജിച്ച വിശേഷമായിട്ടുള്ള പ്രസാദ വിതരണം
ഭക്തജനങ്ങൾക്കുണ്ട്. അതും എല്ലാ ഭക്തജനങ്ങളും സ്വീകരിക്കണം. അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തുകയും മഹാദേവന്റെയും അമ്മയുടെയും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുകയും ചെയ്യണമെന്ന് ഞാൻ ഭഗവത് നാമധേയത്തിൽ അഭ്യർത്ഥിക്കുന്നു.